എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ബെന്നർഘട്ട നാഷണൽ പാർക്കിലേക്കാണ്. അപ്പോൾ മെട്രോയിലേക്കല്ല, ഇവിടുന്ന് ഇപ്പോൾ മെട്രോയിലേക്ക് പോകാൻ വേണ്ടിക്ക് ഓട്ടോയിൽ കയറിയിട്ടായില്ല, നമ്മൾ മെട്രോയിൽ പോകാൻ വേണ്ടിക്കായിരുന്നു. നമ്മൾ പോകുന്നത് ബയ്യപ്പനഹള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ മജസ്റ്റിക്കിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെ മാറി കയറണം. അപ്പോൾ നേരെ ബയ്യപ്പനഹള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മജസ്റ്റിക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നമുക്ക് സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് മെട്രോയിലേക്കാണ് പോകേണ്ടത്. അവിടെ നിന്ന് ഇറങ്ങേണ്ട മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് എലഞ്ചഹള്ളി എന്നാണ്. അവിടെ നിന്ന് ടാക്സിക്ക് പോകാനുള്ള പ്ലാനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഓപ്ഷനുണ്ട്, നമുക്ക് മെട്രോ മജസ്റ്റിക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് സർവീസും ഉണ്ട് ബെന്നർഘട്ട നാഷണൽ പാർക്കിലേക്ക്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ബസ്സിൽ വരാമെന്നാണ് നമ്മളെ പ്ലാൻ. ഇതാണ് ബയ്യപ്പനഹള്ളി മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. മെട്രോയിലാകുമ്പോൾ ചീപ്പാണ് നമ്മൾ ബൈ റോഡ് പോകുന്ന അപേക്ഷിച്ചിട്ട്. പക്ഷേ അവിടുന്ന് ടാക്സിക്ക് റേറ്റ് ഉണ്ട് 400-450 കാണിക്കുന്നത്. നമ്മൾ സ്റ്റെയർ കയറിയിട്ട് കുറച്ച് നടക്കാറുണ്ട് മെട്രോയിലേക്ക്. പിന്നെ തണുപ്പായതുകൊണ്ട് പിന്നെ അത്ര പ്രശ്നം. ബാംഗ്ലൂർ ക്ലൈമറ്റ് കുറച്ച് കൂളാണ് ഇപ്പോൾ, നല്ല തണുപ്പുണ്ട്. നൈറ്റ് ആകുമ്പോൾ നല്ല തണുപ്പാണ്. ഇത് മെട്രോയിലേക്കുള്ള പാത്ത് വേയാണ്. ആ സൈഡ് കാണുന്ന ബ്ലൂ ആണ് നമ്മളെ മെട്രോ സ്റ്റേഷൻ. റൈറ്റ് സൈഡിൽ റെയിൽവേ സ്റ്റേഷനും ഉണ്ട് ബയ്യപ്പനഹള്ളി. അത് ഗുഡ്സ് ട്രെയിനിലില്ലതാണ്. ഗുഡ്സ് ട്രെയിന് പോകാൻ വേണ്ടിക്കുള്ള സ്റ്റേഷനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടുന്ന് വേണം അതിന് ടിക്കറ്റ് എടുക്കാം. കൗണ്ടറിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം, കൗണ്ടറിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. പിന്നെ ഇവിടെ ഇപ്പോൾ പുതിയ ഒരു സർവീസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ടിക്കറ്റ് എടുക്കാം. യു പി ഐ ചെയ്തിട്ട് നമുക്ക് ഓൺലൈനിലായിട്ട് നമുക്ക് ഈ ഒരു മെഷീൻ ത്രൂ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. നമുക്ക് എവിടെ സ്റ്റാർട്ടിങ് സ്റ്റേഷൻ കൊടുക്കുക, ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ സെലക്ട് ചെയ്യാം. ഇതിൽ മാപ്പും ഉണ്ട് റെയിൽവേൻ്റെ മെട്രോൻ്റെ. അപ്പോൾ നമ്മളിവിടെ ബയ്യപ്പനഹള്ളി അടിക്കുന്നു പോകേണ്ടത് എലഞ്ചഹള്ളി ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കുകയാണ്. ഒരാൾക്ക് 70 റുപ്പീസാണ് അവിടത്തേക്ക് വരുന്നത്. നമ്മൾ 3 ആൾക്കാരുണ്ട് പോകാൻ. അപ്പോൾ ഇങ്ങനെ GPayയിൽ ബാക്കി പേയ്മെൻറ്റ് ചെയ്യാം. നമുക്ക് ടിക്കറ്റ് ഇങ്ങനെ പ്രിൻ്റ് വരുന്നതാണ്. ഇത് കയറുമ്പോൾ ഗേറ്റിൽ ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് ഓപ്പൺ ആവും. ഇവിടെ സൈഡിലിരുന്നോ കേട്ടോ, സീറ്റ് കിട്ടുമല്ലോ. കാലിയാ സീറ്റുണ്ടോ? ഓ ഭയങ്കര തിരക്കല്ല. ഇതാണ് ഇറങ്ങേണ്ട എലഞ്ചഹള്ളി എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ. ഇവിടുന്ന് ടാക്സി പിടിച്ച് അവിടത്തേക്ക് പോകണം. ടാക്സിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടാക്സിക്ക് റേറ്റ് ഉണ്ടായിരുന്നു 432 സംതിങ് ഉണ്ടായിരുന്നു. യൂബറാണ് എടുത്തത്. യൂബറിൽ മാത്രമേ റേറ്റ് കുറവില്ല. ബാക്കി നമ്മയാത്രി റാപ്പിഡോയിലും ഭയങ്കര റേറ്റാണ്. ഇപ്പോൾ യൂബർ മാത്രമാണ് ചെറിയ റേറ്റിൽ ബാംഗ്ലൂർ സിറ്റിയിൽ നമുക്ക് യൂസ്ഫുൾ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. ഇതിപ്പോൾ സിറ്റി ആയതുകൊണ്ടാണ് കുറച്ച് അങ്ങോട്ടൊക്കെ എത്തുമ്പോൾ കുറച്ച് നല്ലതായിരിക്കും എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഏരിയയിലൂടെയല്ല പോകുന്നത്. അപ്പോൾ അവിടെ എത്തുന്നവരിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്ക്.
ഇതിപ്പോൾ നമ്മൾ ഏകദേശം മണ്ണാർക്കാട് നാഷണൽ പാർക്കിൻ്റെ ഗേറ്റ് എത്താനായി. അപ്പോൾ ഇനി ഗേറ്റ് മുതലുള്ള കാഴ്ചകൾ നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതാണ് ബന്നാർഘട്ട നാഷണൽ പാർക്കിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതിലൂടെ കയറിയിട്ട് വേണം നമുക്ക് ടിക്കറ്റ് കൗണ്ടറും പിന്നെ സഫാരിയിലേക്ക് എൻട്രൻസും സൂയിലേക്കുള്ള എൻട്രൻസിലേക്കും പോകാൻ വേണ്ടിക്ക്. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റും പിന്നെ സ്നാക്സ് വെക്കുന്ന കട പിന്നെ ടോയ്സിൻ്റെ കട അതൊക്കെയാണ്. പക്ഷെ കണ്ടിട്ട് അത്ര നീറ്റ്നെസ് തോന്നുന്നില്ല. എന്താണെന്നറിയില്ല, ഇവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, പിന്നെ നമ്മളെ പോലത്തെ ആൾക്ക് ചിലപ്പം ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് പിന്നെ നടക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. പിന്നെ ഇതിലൂടെ കുറച്ച് നടക്കാനുണ്ട്, അത്ര ദൂരമൊന്നുമില്ല, കുറച്ചേ പോകാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുക, ഇവിടെ കൗണ്ടറിൽ വന്നിട്ടും ടിക്കറ്റ് എടുക്കുക, സെയിം ഒക്കെ റേറ്റാണ്. പക്ഷേ വീക്കെൻഡിൽ റേറ്റ് കൂടും. പിന്നെ ട്യൂസ്ഡേ ഇവിടെ ഓഫാണ്, ഇത് വർക്കിംഗ് അല്ല, അവരുടെ ഹോളിഡേ ആണ് ട്യൂസ്ഡേ. പിന്നെ വീക്കെൻഡ്സിൽ വരാതിരിക്കലാണ് ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ അത്രയും റഷ് കൂടുതലായിരിക്കും, നല്ല റഷാണ്. പിന്നെ വീക്കെൻഡ്സിൽ നല്ല റഷാണ്, അത് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പിന്നെ വീക്കെൻഡ്സിൽ ടിക്കറ്റ് റേറ്റ് കൂടുതലാണ്. ഇതിപ്പോൾ നമ്മളടുത്ത ഡേറ്റിൽ 370 ആണ് പെർ ഹെഡ്. അതിൽ വരുന്നത് സഫാരി സൂ മാത്രമാണ്. പിന്നെ അത് നോൺ എ സി ബസ്സാണ് നമ്മളെടുത്തത്. എ സി ബസ് ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ സഫാരിയിലേക്ക് പോകുന്ന എൻട്രൻസ്. ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം, നമ്മൾ പോയിക്കൊണ്ടെങ്കിൽ ആ ബസ് ഫുള്ളായി, ഞാൻ അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതാണ് വെയിറ്റിംഗ് ഷെൽട്ടർ. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവർ എന്ന് വെച്ചാൽ ലൈൻ എത്തിച്ചിട്ടാണ് ബസ്സിലേക്ക് കയറ്റുന്നത്, അല്ലാതെ റഷായിട്ട് വിടുന്നില്ല. അപ്പോൾ അത് നല്ല ഓപ്ഷൻ, എന്താ പറയുക, സർവീസാണ് ഇവർ. ബസ്സിലേക്ക് ആൾക്കാരെ കയറ്റുന്നതൊക്കെ നല്ല സർവീസാണ്. ഇതാണ് നമ്മൾ ഈ ബസ്സിലേക്ക് പോകേണ്ട ഗേറ്റ്. നമ്മൾ അവസാനം ബസ് കിട്ടി, ബസ്സിൽ കയറി. നല്ല പുതിയ ബസ്സായിരുന്നു, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബസ്സായിരുന്നു നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഫുള്ള് ഗ്ലാസ്സും ഉണ്ട്, പിന്നെ പുറത്ത് അതിൻ്റെ നെറ്റും ഉണ്ട് സേഫ്റ്റിക്ക്. എന്ന് വെച്ചാൽ ഈ ടൈഗറൊക്കെ അറ്റാക്ക് ചെയ്യുമല്ലോ. ഇപ്പോൾ ബസ് നമ്മളിങ്ങനെ സഫാരി സ്റ്റാർട്ട് ചെയ്യാൻ പോയായിരുന്നു. ബസ് ഇനി സൂവിലേക്ക് ഇപ്പോൾ കയറും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ട് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ വിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നല്ല വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് കുറച്ച് കാഴ്ച കാണുമെന്ന് വിചാരിക്കുന്നു, പോയി നോക്കാം. അപ്പോൾ ഏരിയ വലിയൊരു ഹിൽ പ്ലേസ് പോലെ എനിക്ക് തോന്നിയത്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം നോക്കാൻ. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ബട്ടർഫ്ലൈ പാർക്കിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ സൂവിൽ മറ്റേ സഫാരി കഴിഞ്ഞിട്ട് വേണം ഇവിടത്തേക്ക് നടന്ന് വരാൻ. ബസ് ഇറങ്ങിയിട്ട് കാണുന്നതാണ് ബട്ടർഫ്ലൈ പാർക്ക്. ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഇനി എത്താൻ പോകുന്നത് സഫാരിയിലേക്കുള്ള എൻട്രൻസ് ആണ്, അതായത് നാഷണൽ പാർക്കാണിത്. മൃഗങ്ങളെ സഫാരി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര നോയ്സ് ആയിരുന്നു ഈ ബസ്സിൻ്റെ അകത്തുള്ള ആൾക്കാർ. കുറേ ആൾക്കാർ, പല സ്ഥലത്തു നിന്ന് ആൾക്കാർ മിണ്ടാതെ ഇരിക്കില്ല. മറ്റേ ഒന്ന് സഫാരി സമാധാനത്തിൽ കാണാൻ വിടില്ല. ഭയങ്കര സംസാരവും ഒച്ചപ്പാടും ആയിരുന്നു, അൺകംഫർട്ടബിൾ ആയിരുന്നു. Pas de soleil,
ഫസ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഡീറാണ്. കുറച്ചല്ല, ഒരുപാടുണ്ട്. ഇത് കൂട്ടിലിട്ടല്ല, ഇത് കാട്ടിൽ തന്നെ അലക്കലാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ഡീറിനെ കണ്ടു. കുറച്ചല്ല, ഒരുപാട് ഡീറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലാണ് കുറേ ഡീറിനെ കണ്ടത്. കുറച്ച് ഡീറിനെ കാണുന്നുണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ. പിന്നെ മ്ലാവുമാണ്. ഇത് ഒന്നിച്ചാണ് കാണുന്നത്. ഇത് ഒന്നിച്ച് ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നിയത് ഈ ബസ് കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഇവർ മൂവ് ആകുന്നത്. എന്തിനാ ഇത്ര സ്പീഡ് പോകുന്നറിയില്ല. കുറച്ച് സ്പീഡ് കൂടുതലാണ്. അയാൾ ശരിക്കും ഒന്ന് കാണാൻ വേണ്ടി അത്ര നേരം വെക്കുന്നില്ല. ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത്, ജസ്റ്റ് കാണുന്നത്, പിന്നെ വണ്ടി പോകാൻ. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ട ബസ് അവനെ എടുക്കാൻ നോക്കിയായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു അവർക്ക്. ഈ സഫാരി ഡ്രൈവേഴ്സിന് എന്തിനാണെന്നറിയില്ല അവരിങ്ങനെ തിരക്കിട്ട് പോകുന്നത്. ബസ് മൂവായി. ഇത് അത്ര സെക്കൻഡ് മാത്രമേ നമുക്ക് കാണിച്ചിരുന്നുള്ളൂ. അല്ലാതെ കുറച്ച് ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു ടൈഗറിനെ കണ്ടാൽ പോലും നിർത്തുമെന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് എലിഫൻറ്റിനെയാണ്. ഇത് എലിഫൻറ്റിൻ്റെ ഗേജിലേക്ക്, അതായത് ഓരോ ആനിമൽസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സേഫ്റ്റി വേണ്ടിക്ക്, അവർ ആവാസ വ്യവസ്ഥ സേഫ് ആക്കാൻ വേണ്ടിക്ക്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ആനനെയാണ്. ഇവിടുത്തെ ആനയാണ്. ഈ കാട്ടാനയുണ്ട്, ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആനയുണ്ട്. നല്ല വലിയ ആനകളാണ് ഉണ്ടായത്. ഇപ്പോൾ റൈറ്റ് സൈഡ് കണ്ട ആന, ഇത് ആന മറ്റേ ഫുഡ് കഴിക്കുന്ന പുല്ല് തിന്നുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലാണ് ഒരുപാട് ആനനെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ സഫാരി ചെയ്യുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇരുന്നാൽ ഒരുപാട് ആനിമൽസിനെ കാണാൻ പറ്റും. എന്നാണ് എനിക്ക് തോന്നിയത്. എന്താ വെച്ചാൽ ലെഫ്റ്റ് സൈഡിലാണ് ആനകളെയും ഒരുപാട് ആനിമൽസിനെ കണ്ടത് ഞാൻ. ഇവിടെ കുട്ടി ആനനെ കാണുന്നുണ്ട് നേരത്തെ. പിന്നെ ആനനെ അവർ കുളിപ്പിച്ചുകൊണ്ടൊക്കെയാണ്. നല്ല വലിയൊരു തടാകം പോലെ കാണുന്നുണ്ട്. ഇവിടെ എത്ര 3-4 കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ചെറിയ കുട്ടികൾ. അതിലൊരാളെ ആക്റ്റീവായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ബാക്കി 3 ആൾക്കാരും ഉറങ്ങുന്ന നല്ല ഉറക്കത്തിലാണ്. ആനയാണെങ്കിൽ ഒരു ഭയങ്കര ഗൗരവത്തിലാണ് നിൽക്കുന്നത്. എന്താണെന്നറിയില്ല, പിണങ്ങി നിൽക്കുന്ന പോലെ തോന്നും അവർ ഗ്യാങ്ങിന്ന്. ഈ ആന മാത്രം ഇങ്ങനെ കൂട്ടം തെറ്റിയിട്ട് കുറച്ച് മാറി നിന്നിട്ട് ഫുഡ് കഴിക്കുന്നു. ബാക്കിയെല്ലാം ഒന്നിച്ചാണ് കഴിക്കുന്നത്. കുട്ടിയാനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഭയങ്കര ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഡ്രൈവറാണെങ്കിൽ അധികം നേരം നിൽക്കാത്തതുകൊണ്ട് ഒന്നും കാണുന്നില്ല. നമ്മളതിന് അടുത്ത പോകുന്നത് മറ്റേ കരടിൻ്റെ ഏരിയയിലേക്കാണ്. കരടിയുടെ ഗേറ്റിൽ കുറച്ച് ഭയങ്കര
എന്താ പറയുക കവേർഡാണ്, സേഫ്റ്റി ബേസസ് ആയതുകൊണ്ട് കരടി നമ്മളെ ആക്രമിക്കുമല്ലോ. അപ്പോൾ ഈ ഗേറ്റിലെ സെക്യൂരിറ്റി അവർക്കും സേഫ്റ്റി വേണമെന്നല്ലോ. കയറിയ ഉടനെ കരടിനെ കണ്ടു. ഒരുപാട് മാനം ഉണ്ടായിരുന്നു. കരടി ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കരടി ചെറുങ്ങനെ എന്തോ ഫുഡ് കഴിക്കുകയാണ്. കിടക്കുന്നതാണോ ഫുഡ് കഴിക്കുകയാണെന്ന് മനസ്സിലാവുന്നില്ല. മിണ്ടാതെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ചാൾ അവിടെ ഇങ്ങനെ കിടക്കുന്നു, കുറച്ചാളിങ്ങനെ നമ്മളെ വണ്ടിയെ നോക്കിയിരിക്കുന്നു. വേറെ 2-3 കരടി അവിടെ ഒരു പാറൻ്റെ മുകളിൽ കിടക്കുന്നതായിട്ടാണ് കണ്ടത്. ഒരു 4-5 കരടി അവിടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഈ നാഷണൽ പാർക്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ വണ്ടി കുറച്ച് സ്ലോയിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആനിമൽസിനെ ഭംഗിയായി കാണാനും പറ്റും, നമുക്ക് ഈ ഒരു സഫാരി ആസ്വദിക്കാനും പറ്റുമായിരുന്നു. പക്ഷേ ഭയങ്കര ഫാസ്റ്റാണ്. നിങ്ങൾക്കും ഇതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ആൾക്കാർ അറിയട്ടെ. ഇവർ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഈ സഫാരി ചെയ്യുന്നത്. നമ്മളത്ര എമൗണ്ട് പേ ചെയ്യുന്നല്ലോ, അല്ലാതെ ഫ്രീ ആയിട്ടൊന്നുമല്ലല്ലോ ഈ സഫാരി കിട്ടുന്നത്. പൈസ കൊടുത്തിട്ട് തന്നെയല്ല നമ്മൾ ഈ സഫാരിക്ക് പോയത്. അപ്പോൾ അതിൻ്റേതായ നമുക്ക് റിസൾട്ട് കിട്ടണമല്ലോ. നമ്മളെ കേരള ഗവൺമെൻറ്റാണെന്ന് നമുക്ക് പറയാമായിരുന്നു. ഇവന്മാരോട് പറഞ്ഞിട്ട് വല്ല കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നിയത്. ഈ പാറേൻ്റെ മുകളിൽ കുറച്ച് കരടി കിടക്കുന്നുണ്ടായിരുന്നു. അധിക കരടിയും ഉറക്കത്തിലാണ്, എന്താണെന്നറിയില്ല. കരടി നല്ല എന്താ പറയുക മയക്കത്തിലാണ്, ഒരു അനക്കൂല. 2 ഇങ്ങനെ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വണ്ടിൻ്റെ അരുവത്ത്. ആ സൈഡ് മറ്റേ കവറായിട്ട് കാണുന്നു, എന്താണെന്നറിയില്ല അങ്ങനെ വെച്ചത്. ഇവിടെ പാറപ്പുറത്ത് 2-3 കിടക്കുന്നുണ്ട്. ഇത്രയൊന്നും മനസ്സിലാവുന്നില്ല, ഫുൾ ബ്ലാക്ക് അല്ലേ. അവരുടെ ഫേസ് കാണുന്നുണ്ടായിട്ടില്ല. അടുത്ത നമ്മൾ പോകുന്നത് ലയണിനെ കാണാനാണ്. ഈ കാണുന്നത് ലയണ് പക്ഷേ ഒരു സെക്യൂർ കേജിലാണ് ആക്കിയത്. അവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് ഈ ലയണാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. അങ്ങോട്ട് നടക്കും, അതേപോലെ റിട്ടേൺ വരും, പിന്നെയും പോകും, പിന്നെയും വരും. അടുത്ത നമ്മൾ കടുവകളെയാണ് കണ്ടത്. കടുവകളൊക്കെ പക്ഷേ അതിൻ്റെ ഓരോരോ കൂട്ടിലാണ് ആക്കിയത്. ഇവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. നാഷണൽ പാർക്കിൽ കുറേ ഏരിയയിൽ ഈ വർക്ക് നടക്കുന്ന കാണുന്നുണ്ട്. ഈ വെള്ളം വെക്കാൻ വേണ്ടി ഈ മൃഗങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ഏരിയയിൽ മരങ്ങൾ വെട്ടുന്നുണ്ട്. അപ്പോൾ അതിനാവാം ഇങ്ങനെ വെച്ചതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് വെള്ളക്കടുവയാണ്, വൈറ്റ് ടൈഗർ. പക്ഷെ അത് അവിടെ ഉറങ്ങുന്നത് കാണുന്നത് പുല്ലിൽ.
എത്ര വലുത് അല്ലേ കാണുന്നുണ്ട്. ടൈഗറേതാ സൈസ് നോക്കി വലുതാട്ടോ. വലുതാ അതിന് കാലുകൾ നോക്കിയ വൈറ്റ് ടൈഗർ ഇവിടെ ഇങ്ങനെ കടന്നുറങ്ങുന്നുണ്ട്. പക്ഷെ അതിനെ ഒരു കേജിലാക്കിന് അല്ലെങ്കിൽ സേഫ്റ്റിക്കായിരിക്കും, അതിന് ഇവർ തമ്മിൽ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ. ഇത് നല്ല ഉറക്കത്തിലാണ്. അല്ലെങ്കിൽ വൈറ്റ് ടൈഗർ എണീച്ചിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു അതിന് നല്ല ഫേസൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ നല്ല ഉറക്കത്തിലാണ്, കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ സഫാരിയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ബസ് ഇറങ്ങി നേരെ പോകുന്നത് ബട്ടർഫ്ലൈ പാർക്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ വഴിയിലിങ്ങനെ നടന്നു പോയിക്കാണ് ഈ ബട്ടർഫ്ലൈ പാർക്കിലേക്കുള്ള ഗേറ്റ് കാണാം. നമ്മൾ അവിടെ നിന്ന് വന്നത്, അവിടെയാണ് പിക്കപ്പും ഡ്രോപ്പും സഫാരീൻ്റെ. അവിടെ ഇറങ്ങി എന്നിട്ട് ഇവിടെ ഇങ്ങനെ നടന്ന് ഈ ബട്ടർഫ്ലൈ പാർക്കിലേക്ക് പോകുന്നു.